ജിമ്മിൽ പോകാതെ ഒരു ഉപകരണങ്ങളും ഇല്ലാതെ ആനിമെ കഥാപാത്രങ്ങളെപ്പോലെ ഒരു ഫിസിക്സ് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭീമാകാരമായ ആംസും മനോഹരമായ വി ടേപ്പറും കൂടാതെ കരുത്തുറ്റ ലെഗ്സ് ഇതൊന്നും പുറത്തു പോകാതെ ഒരിടത്തും പോകാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. നിങ്ങൾക്ക് മെഷീനുകൾ വേണ്ട, തീർച്ചയായും വെയിറ്റുകൾ വേണ്ട, ഒരു പുള്ളപ്പ് ബാർ പോലും വേണ്ട. നിങ്ങൾ ആരാണെന്നോ എവിടെയാണെന്നോ എന്നൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ മനോഹരമായ ഒരു ശരീരം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, ജിമ്മിൽ പോകാതെ ഇതൊക്കെ നടക്കുമോ? ടോജി ഫുഷോഗിരിയെ കണ്ടിട്ടില്ലേ? ഒരു എക്യുപ്മെന്റും ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ മസിലിനെയും എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശരീരം ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ കരുത്താർജിക്കാമെന്ന് നമ്മൾ ഇവിടെ പഠിക്കും. വൈ ഹോം വർക്കൗട്ട്സ്? ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. ജിമ്മിൽ പോകാത്തവരെല്ലാം തടിച്ചവരും ഭീരുക്കളുമല്ലേ എന്ന് ചിലർ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോകാൻ സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായും പോകണം. ഞാനും ജിമ്മിൽ പോകാറുണ്ട്. ഇതൊരു ബദൽ മാർഗം മാത്രം. ഈ വീഡിയോ ജിം ഇല്ലാത്തവർക്കോ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ ഉള്ള ഒരു മികച്ച ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾ തിരക്കിലാണെങ്കിലോ യാത്രയിലാണെങ്കിലോ ജിം ഇല്ലാത്ത സാഹചര്യങ്ങളിലോ ഈ വർക്കൗട്ട് ഉപകരിക്കും. ഇനി ജിമ്മില്ലാത്തത് ഒരു ഒഴികഴിവല്ല. ഈ വീഡിയോ കഴിയുമ്പോൾ എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്യാനുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കും. എയർപോർട്ടിലോ റെസ്റ്റോറന്റ് ബാത്റൂമിലോ പ്ലേഗ്രൗണ്ടിലോ എവിടെയും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ജിമ്മിന് ആവശ്യമില്ല, കാരണം നിങ്ങൾ തന്നെയാണ് ജിം. നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്വന്തം ജിം ആവാമെന്ന് ഇപ്പോൾ കാണിക്കാം. വേണ്ടത് സാധാരണയായി വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. സ്കൾപ്റ്റിംഗ് യുവർ ചെസ്റ്റ്. ചെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത് തറ മാത്രം. പുഷപ്പുകളാണ് പ്രധാന വ്യായാമം. ഇത് ചെസ്റ്റ്, ട്രൈസെപ്സ്, ഫ്രണ്ട് ഡെൽറ്റ് എന്നിവയെ ലക്ഷ്യമിടുന്നു. തുടക്കക്കാർക്ക് മികച്ചതാണ്. മികച്ച ചെസ്റ്റിന് ഡയമണ്ട്, വൈഡ്, ഷോൾഡർ ടാപ്പ് പുഷപ്പുകൾ പോലുള്ള വേരിയേഷനുകൾ ഉൾപ്പെടുത്തുക. പ്രോഗ്രസീവ് ഓവർലോഡിനായി ഇനി പറയുന്ന വഴികൾ പരീക്ഷിക്കുക. നമ്പർ 1, കസേരകൾ ഉപയോഗിച്ച് ശരീരം ഉയർത്തി റേഞ്ച് ഓഫ് മോഷൻ വർദ്ധിപ്പിക്കുക. നമ്പർ 2, ശക്തി വർദ്ധിപ്പിക്കാൻ എക്സ്പ്ലോസീവ് പുഷപ്പുകൾ ചെയ്യുക. നമ്പർ 3, ബാലൻസ് മാറ്റാൻ ഒരു കൈ അല്പം ഉയരമുള്ള ഒന്നിനു മുകളിൽ വയ്ക്കുക. പുസ്തകങ്ങളോ കസേരകളോ ഉപയോഗിക്കാം. ലോവർ ചെസ്റ്റിനായി 2 കസേരകൾ ഉപയോഗിച്ച് ഡിപ്സ് ചെയ്യുക. അപ്പർ ചെസ്റ്റിനായി പാദങ്ങൾ ഉയർത്തി പുഷപ്പുകൾ ചെയ്യുക. പുഷപ്പുകൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കൈകൾ ഉയർത്തി എലിവേറ്റഡ് പുഷപ്പുകൾ പരീക്ഷിക്കുക. ഹോം വർക്കൗട്ടുകളിലെ പ്രധാന വെല്ലുവിളി ബാക്കാണ്. ആനിമെ ഫിസിക് പോലെ വി ടാപ്പറും അപ്പർ ബാക്കും നേടാൻ ഈ 3 വഴികൾ ഉപയോഗിക്കാം. ബിൽഡിംഗ് എ സ്ട്രോങ് ബാക്ക്. നമ്പർ 1, ബ്രൂം സ്റ്റിക്ക് റോസ്. ഈ വടി 2 കസേരകൾക്ക് മുകളിൽ വെച്ച് പിടിപ്പിക്കുക. ഇൻവേർട്ടഡ് റോസ് ചെയ്യുക. ഇത് ലാറ്റ്, അപ്പർ ബാക്ക്, ട്രാപ്സ്, ബൈസെപ്സ് എന്നിവയെ ശക്തിപ്പെടുത്തും. നമ്പർ 2, ടേബിൾ റോസ്. മേശയുടെ അടിയിൽ കയറി വക്കിൽ പിടിച്ച് റോസ് ചെയ്യുക. ബാക്കിന് മികച്ചതാണ്. നമ്പർ 3, ബെഡ്ഷീറ്റ് പുള്ളപ്പ്. ഷീറ്റിന്റെ ഒരറ്റത്ത് കെട്ടുണ്ടാക്കി വാതിലിൽ ഉറപ്പിക്കുക. മറ്റേ അറ്റത്ത് കെട്ടുണ്ടാക്കി പിടിച്ച് പിന്നിലേക്ക് ചാഞ്ഞ് പുള്ളപ്പുകൾ ചെയ്യുക. ഇതൊരു കയ്യിൽ പോലും പരിശീലിക്കാൻ അവസരം നൽകുന്നു. ബുദ്ധിമുട്ട് എളുപ്പത്തിൽ ക്രമീകരിക്കാനും സാധിക്കും. പവറിംഗ് യുവർ ആംസ്. കൈകളെക്കുറിച്ച് സംസാരിക്കാം. ബൈസെപ്സ്, ട്രൈസെപ്സ്, ഫോർ ആംസ് എന്നിവയെ ഐസൊലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബൈസെപ്സിനായി മേശയുടെ അടിയിൽ ബോഡി വെയ്റ്റ് കേൾസ് ചെയ്യുക. കൈപ്പത്തികൾ നിങ്ങളുടെ നേരെയാക്കി കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് അകറ്റി കൈപ്പത്തികൾ മുഖത്തോട് അടുപ്പിക്കാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടാണെങ്കിൽ ബെഡ്ഷീറ്റ് രീതി ഉപയോഗിക്കാം. ട്രൈസെപ്സിനായി തറയിൽ സ്പിനിക്സ് പുഷപ്പുകൾ ചെയ്യുക. ഇത് മീഡിയയിൽ ഹെഡിനും ഷോർട്ട് ഹെഡിനും നല്ലതാണ്. ലോങ് ഹെഡിനായി 2 കസേരകൾ ഉപയോഗിച്ച് ഓവർ ഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷനുകൾ ചെയ്യുക. ഫോറാംസിനായി വാതിൽ ഫ്രെയിമിൽ നിന്ന് ഡെഡ് ഹാങ്സ് ചെയ്യുക. ബുദ്ധിമുട്ടാണെങ്കിൽ ചുവരിൽ ഫിംഗർ പുഷപ്പുകൾ പരീക്ഷിക്കുക. മികച്ച ആംസിന് ശക്തമായ ഷോൾഡറുകളും വേണം. ഷോൾഡറിന്റെ എല്ലാ ഭാഗങ്ങളെയും ലക്ഷ്യമിടാം. ഡെവലപ്പിംഗ് പവർഫുൾ ഷോൾഡേഴ്സ്. ഫ്രണ്ട് ഡെൽറ്റുകൾക്ക് പുഷപ്പുകൾ നല്ലതാണ്. സൈഡ് ഡെൽറ്റുകൾക്ക് പൈക്ക് പുഷപ്പുകൾ ചെയ്യുക. നിലത്ത് നിന്ന് തുടങ്ങി പാദങ്ങൾ കസേരയിൽ ഉയർത്തി ബുദ്ധിമുട്ട് കൂട്ടാം. കൂടുതൽ വെല്ലുവിളിക്ക് ഹാൻഡ് സ്റ്റാൻഡ് വാൾ സ്പോട്ടഡ് പുഷപ്പുകൾ പരീക്ഷിക്കുക, അല്ലെങ്കിൽ വെറും വാൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുക. സൈഡ് ഡെൽറ്റുകൾക്ക് ബോഡി വെയ്റ്റ് ലാറ്ററൽ റൈസസ് ചെയ്യുക. റിയർ ഡെൽറ്റുകൾക്ക് 2 കസേരകളിൽ കൈമുട്ടുകൾ വെച്ച് താഴേക്ക് അമർത്തുക. ലെഗ് ഡേ എവറി ഡേ. കാൽമുട്ടുകൾക്ക് വേണ്ടി ക്വാഡ്സ്, ഗ്ലൂട്ടുകൾ, ഹാസ്ട്രിങ്സ്, കാൾസ് എന്നിവയെ ലക്ഷ്യമിടണം. ബോഡി വെയ്റ്റ് സ്ക്വാട്ടുകൾ ക്വാഡ്സിനും ഗ്ലൂട്ടുകൾക്കും മികച്ചതാണ്. പ്രോഗ്രഷനായി പിസ്റ്റൽ സ്ക്വാട്ടുകൾ കസേരയുടെ സഹായത്തോടെ പരിശീലിക്കുക, അല്ലെങ്കിൽ ജമ്പിംഗ് സ്ക്വാട്ടുകൾ ചെയ്യാം. ഹാംസ്ട്രിങ്സിനായി സോക്സ് ധരിച്ച് സ്ലിക്ക് ഹാംസ്ട്രിങ്സ് കേൾസ് ചെയ്യുക. കാൾസിനായി കാൽ ഫ്രൈസ് ചെയ്യുക. കൂടുതൽ ഫലപ്രാപ്തിക്ക് പാദങ്ങൾ ഉയർത്തുക.
ബുദ്ധിമുട്ട് കൂട്ടാൻ ഒരു കാൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേഗത കുറയ്ക്കുക. ദ കോർ ഓഫ് ഇറ്റ് ഓൾ. തീർച്ചയായും നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, ആപ്പ് ട്രെയിനിങ് എവിടെയാണ്? സത്യം പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് ആപ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു വ്യായാമം മാത്രം മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് പ്ലാങ്ക്. ഇത് നിങ്ങളുടെ കോർ മസിലുകളെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നു. പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു നേർരേഖയിൽ, അതായത് തല മുതൽ കാൽപാദം വരെ ഒരു വരയിൽ നിർത്താൻ ശ്രമിക്കുക. തുടക്കത്തിൽ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇത് കൂടുതൽ കടുപ്പമാക്കാൻ ഒരു കൈയോ കാലോ ഉയർത്തുക, അല്ലെങ്കിൽ ഒരു കൈകൊണ്ട് നിങ്ങളുടെ എതിർകാൽമുട്ടിൽ തട്ടുക. നിങ്ങളുടെ കോർ ശക്തമാക്കാൻ ഇത് മാത്രം മതി. അങ്ങനെ നിങ്ങൾക്കൊരു ജിമ്മും ഒരു എക്യുപ്മെന്റും ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഒരു ആനിമൽ ലെവൽ ഫിസിക് എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് നമ്മൾ കണ്ടു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.